എല്ലാവർക്കും ടെക്ലൈ മലത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സ് നോട്ട് 14 എന്ന് പറഞ്ഞ ഫോണിനെ കുറിച്ചാണ്. സോ സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ത്യയിൽ ഇന്ന് ലോഞ്ചായി. സോ അതിൻ്റെ സ്പെക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 8.09 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്. 192 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. മാറ്റ് പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. പിന്നെ IP53 റേറ്റിംഗ് വരുന്നുണ്ട്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു ഫോൺ ഇറങ്ങിയായിരുന്നു, ഇൻഫിനിക്സ് നോട്ട് 40 Pro. അതിൻ്റെ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇച്ചിരി ബൾക്കി ഫോണാണ്, അതുകൊണ്ട് തന്നെ വൺ ഹാൻഡ് യൂസ് ഇച്ചിരി പാടായിരിക്കും. അല്ലാണ്ട് ലുക്സിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് കാണാനൊക്കെ. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി വലിയ ഫോണാണ്. 6.78 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 10-bit 120 ഹെർട്സിൻ്റെ AMOLED പാനലാണ് വരുന്നത്. 1300 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. വൈഡ് ബാൻഡ് L1 സപ്പോർട്ട് ഉണ്ട്. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. സോ നല്ല അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് 10-bit AMOLED പാനൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഡിസ്പ്ലേ അത്ര ലാദർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. JBL 2 ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. പിന്നെ ഹയർ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. നമുക്കിവിടെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് AMOLED പാനൽ എന്ന് പറയുമ്പോൾ നല്ലൊരു മൾട്ടിമീഡിയ കോമ്പിനേഷൻ തന്നെയാണ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് MediaTek Dimensity 7020 ആണ് വരുന്നത്. 6 nm TSMC മാനുഫാക്ചറിംഗ് പ്രോസറാണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്കിംഗ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാം UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. സോ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്രോസർ തന്നെയാണ്. ഒരു 40 FPS ഗെയിമിംഗ് ഒക്കെ സുഖമായിട്ട് പറ്റും. റെഗുലർ ഗെയിമിംഗ് ഒക്കെ കുഴപ്പമില്ല. പ്രോ ഗെയിമിംഗ് ഒന്നും പറ്റത്തില്ല. എന്നാൽ റെഗുലർ ഒരു ബേസിക് ഗെയിമിംഗ് ഒക്കെ എന്തായാലും അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് വെർഷൻ 10 ടോട്ടൽ സ്കോർ 4,64,325 ആണ് വരുന്നത്. CPU 1,41,916, GPU 81,456 ആണ് വരുന്നത്. Geekbench 6 ആണെങ്കിൽ സിംഗിൾ 884, മൾട്ടി 2,291. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അതിലൊരു ക്യാമറ നമുക്ക് യൂസബിൾ ആയിട്ടുള്ളൂ, ബാക്കി 2 വെറുതെ ആണ്. പ്രൈമറി ആയിട്ടുള്ള 108 മെഗാ പിക്സലിന്റെ f1.8 ആപ്പസിൽ വരുന്ന OIS സെൻസറാണ് വരുന്നത്. പിന്നെ 2 മാക്രോ ക്യാമറയാണ്, മാക്രോയും പിന്നെ ഒരു ഡെപ്തും. പിന്നെ 108 മെഗാ പിക്സലിൽ നമുക്ക് മാക്സിമം 2K 30 fps ആണ് വരുന്നത്. പിന്നെ 32 മെഗാ പിക്സലിന് 32 മെഗാ പിക്സൽ f2.8 ആപ്പസിൽ വരുന്ന സെൽഫി ക്യാമറ 1080p 30 fps ആണ് അതും വരുന്നത്. സോ ബാക്കിൽ ആകെ ഉപയോഗിക്കാൻ പറ്റിയത് ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. സോ അതാണ് മെയിൻ ആയിട്ടുള്ളത്. ബാക്കി 2 വെറുതെയാണ്, നമുക്കറിയാമല്ല. 10K തൊട്ട് 1020K വരെ മിക്ക സ്മാർട്ട് ഫോൺ ഇത് തന്നെയാണ് ഗതി വരുന്നത്. സോ എന്തായാലും പ്രൈമറി ക്യാമറ എന്തായാലും അത്യാവശ്യം കേപ്പബിൾ തന്നെയായിരിക്കും. ഇനി വോയിസിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ XOS 14 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ്, 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. 33 വാട്ട് ചാർജാണ് വരുന്നത്. ഇൻബോക്സിൽ കിട്ടും. പിന്നെ നമുക്ക് ബൈപ്പാസ് ചാർജിങ് ടെക്നോളജി വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ കുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഫോൺ ചാർജ് കൊണ്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. കാരണം പവർ നേരെ ബോഡിയിട്ടായിരിക്കും പോകുന്നത്. ആ ടെക്നോളജി നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ 15 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. റിവേഴ്സ് വയർഡ് ചാർജിങ് വരുന്നുണ്ട്. സോ ബാറ്ററിയുടെ കാര്യത്തിൽ അടിപൊളിയാണ്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 15 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 5 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.3, NFC സപ്പോർട്ട് ഉണ്ട്. IR ബ്ലാസ്റ്റർ ഉണ്ട്. USB Type-C 2.0 ആണ് വരുന്നത്. സോ കണക്ടിവിറ്റി കാര്യത്തിലും ഒരു കുറവും വരുത്തിയിട്ടില്ല. സോ നമ്മളിനി പ്രൈസിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലാകെ ഒരു വേരിയന്റ് കാണിക്കുന്നുള്ളൂ. 8GB 256-ന് 20,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ബാങ്ക് കാർഡ്സിൽ. HDFC, ICICI, SBI, ആക്സിസ് ബാങ്ക് കാർഡുകൾക്ക് ഡെബിറ്റ് കാർഡിന് ക്രെഡിറ്റ് കാർഡിന് നമുക്ക് 2,000 രൂപ ഓഫ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് പ്രൈസ് ഒരു 18,000 രൂപ വരും. ആ 18,000 പ്രൈസ് റേഞ്ചിൽ Realme P1 ആണ് ഇതിന്റെ കോമ്പറ്റീഷൻ വരിക. ടഫ് കോമ്പറ്റീഷൻ ആണ്. കാരണം Realme P1 സെയിം വേരിയന്റ് 8GB 256-ന് 19,000 രൂപയാണ്. 1000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പറഞ്ഞാൽ MediaTek Dimensity 7050 ആണ്. മച്ച് പവർഫുൾ പ്രോസറാണ്. പിന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് കിട്ടും. 45 വാട്ട് ചാർജർ കിട്ടും. സോ വെർത്താണ് ശരിക്കും പറഞ്ഞാൽ 1000 രൂപ എക്സ്ട്രാ കൊടുത്ത് Realme P1 ഇട്ട് പോകുന്നത് എന്തുകൊണ്ടും വെർത്താണ്. ഇതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചോയ്സ് വേണമെങ്കിൽ നിൽക്കാം. ഇത് സെക്കൻഡ് ചോയ്സ് ആയിട്ട് വേണമെങ്കിൽ ഫോൺ വേണമെങ്കിൽ എടുക്കാം. അങ്ങനത്തെ ഒരു ചോയ്സ് ആണ്. പക്ഷെ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുകയാണെങ്കിൽ ബെറ്റർ Realme P1 ഇട്ട് പോകുന്നതായിരിക്കും. കാരണം നമ്മൾ എന്തുകൊണ്ടും ഒരു ഇൻഫീരിയർ ഫോൺ ഇട്ട് പോകേണ്ട ആവശ്യമില്ല. സോ ഇൻ മൈ ഒപ്പീനിയൻ Realme P1 ഇട്ട് പോകുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്. സോ നിങ്ങളുടെ സജഷൻസ് താഴെ കമന്റ് ചെയ്യാൻ, നിങ്ങൾ ഏത് ഫോൺ ഇട്ട് പോകുന്നുള്ളത്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.